നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത്. ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചൊരു പച്ചടിയാണ്. സദ്യയ്ക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി. അപ്പം ഞാനിന്ന് ബീട്രൂട്ട് വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ബൗളിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഒരു 2 പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തിടുക, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇത്രയും നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് തയ്യാറാക്കി വെച്ചു. നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം അത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ഒരു കുക്കിംഗ് പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട്, ഒരു വലിയ ബീട്രൂട്ടാണ്, ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് 200 ഗ്രാം വരും ഇത്. ഒരു വലിയൊരു ബീട്രൂട്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് വാടി ഇങ്ങനെ വരുന്ന ഒരു ടൈമിൽ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും, കാരണം ബീട്രൂട്ടിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു 1/4 കപ്പ്. ഇനി ഫ്ലെയിം നമുക്ക് മീഡിയത്തിലേക്ക് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ട് വെന്തോന്ന് നോക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നേരത്തെ 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. വീണ്ടും ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 1 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ബീട്രൂട്ടും അതിൻ്റെ അരപ്പും ഒന്ന് നന്നായിട്ട് ഒരുമിച്ചൊന്ന് കുക്കായി വരാൻ വേണ്ടി. ഏതാണ്ട് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചത്. നമ്മൾ ത്രൂ ഔട്ട് ബീട്രൂട്ടൊക്കെ കുക്ക് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഇതിപ്പോൾ അടച്ചു വെച്ച് വേവിച്ചത് വളരെ ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം തണുത്തിട്ട് മാത്രമേ ഇതിലേക്ക് നമ്മളിനി തൈര് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തൈര് വെള്ളം പോലെ ആയിപ്പോവും. നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു തിക്നെസ് പച്ചടിക്ക് കിട്ടിയെന്ന് വരില്ല.
അത് കാരണം നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഈ കൂട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിവിടെ 1 കപ്പ് തൈര് നല്ലോണം ഇളക്കി, അതിൽ ലംസൊന്നുമില്ലാതെ നല്ല ക്രീമി ടെക്സ്ചറിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കട്ടകളൊന്നും പാടില്ല, നല്ല ഒരുപോലെ ഇരിക്കണം, നല്ല ബീട്രൂട്ടിന് നല്ല ഭംഗിയുണ്ടാവും. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. പച്ചടി നല്ലോണം ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിനി ഇത് കടുക് താളിച്ചൊഴിക്കാം. ഒരു ചെറിയ ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ പ്രിപ്പറേഷനിലെല്ലാം തന്നെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വളരെ നന്നായിരിക്കും. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 വറ്റൽ മുളകും ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയൊക്കെ, കാരണം അതിന് നല്ലൊരു നിറവും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബീട്രൂട്ട് പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിന്ന് തയ്യാറാക്കിയ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. സദ്യയ്ക്കൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ള ഒരു പച്ചടി റെസിപ്പിയാണിത്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.